സമയം വിജയ് തമിഴ്നാട്ടിൽ പുള്ളിക്കാരൻ ഇറങ്ങി നടക്കാൻ പോവുകയാണ്. ഒരു താരത്തിൽ നിന്നും വിജയ് താഴേക്ക് ഇറങ്ങി വരികയാണ്. ഈ പുള്ളിക്കാരൻ അവിടെ ഇറങ്ങി നടക്കുമ്പോൾ ചലനങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും? DMK താഴെ വിടുമോ? എന്താ ഷാമിന് തോന്നുന്നു? വിജയ് അവിടെ വലിയ ചലനം ഉണ്ടാക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പൊളിറ്റിക്കലി വലിയ ചലനം അദ്ദേഹത്തിന് അവിടെ ഉണ്ടാക്കാൻ സാധിക്കും. അത് അങ്ങനെയാണ്. തമിഴ് സിനിമ എന്ന് പറയുന്നത് സിനിമയും രാഷ്ട്രീയവും അവിടെ ഈ ഇടകലർന്ന് കിടക്കുന്ന ഒന്നാണ്. സിനിമയെ രാഷ്ട്രീയത്തിൽ നിന്നോ രാഷ്ട്രീയത്തെ സിനിമയിൽ നിന്നോ തമിഴ്നാട്ടിൽ വേർതിരിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. കാര്യം അവരുടെ ദ്രാവിഡ മുഖ്യമന്ത്രിമാരിൽ 7 പേരിൽ 5 പേരും സിനിമയിൽ നിന്നും സിനിമയുടെ പിന്നണിയിൽ നിന്നുമൊക്കെ വന്നവരാണ്. അവരുടെ മുഖ്യമന്ത്രിമാരിൽ ഭൂരിഭാഗം പേരും അങ്ങനെ വന്നവരാണ്. വിജയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അവിടെ വലിയ പൾസുണ്ട്. വിജയുടെ ആരാധക വൃന്ദം എന്ന് പറയുന്നത് തമിഴ്നാടിനെ ഇളക്കി മറിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. DMKക്ക് ഇത് വലിയ വെല്ലുവിളിയാവും. ഞാൻ അങ്ങനെയാണ് കരുതുന്നത്. തമിഴ് രാഷ്ട്രീയത്തിൽ വിജയ് വരുന്നതോടുകൂടി വലിയ ചലനം അവിടെ ഉണ്ടാക്കാൻ സാധിക്കും. മാത്രമല്ല ആത്യന്തികമായി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു പൊളിറ്റീഷ്യൻ ഉണ്ട്, ഒരു രാഷ്ട്രീയക്കാരൻ വിജയുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ +2 10ാം ക്ലാസ്സൊക്കെ ജയിച്ച കുട്ടികളോട് അദ്ദേഹം കഴിഞ്ഞ തവണ അവരെ ആദരിക്കുന്നതിന് സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ വീട്ടിൽ പോയി നിങ്ങളുടെ മാതാപിതാക്കളോട് പറയണം പണം വാങ്ങി വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞു. അത് പൊളിറ്റിക്സിന്റെ ഭാഗം കൂടെ പൊളിറ്റിക്സിന്റെ ഭാഗമാണ്. അത് 2026 ആകുമ്പോൾ ഈ കുട്ടികൾ വോട്ടവകാശം വരും. അവരോട് ചെറിയ പിള്ളേരെ പിടിക്കാനുള്ള നീക്കമാണ് പിന്നെ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ 2026 ആകുമ്പോൾ ഇവർ വോട്ട് ചെയ്യും. ഈ പിള്ളേർ വളർന്ന് വലുതാകുമ്പോൾ എനിക്ക് വോട്ട് ചെയ്യണം. വോട്ട് ചെയ്യുന്നത് നിഷ്കളങ്ക ബാല്യമാണ്. ബാല്യത്തോടാണ് അദ്ദേഹം അത് ഒരു സംവദിച്ചത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ അടുത്ത സിനിമ ഇനി അവസാന സിനിമ വെട്രിമാരനുമായിട്ടായിരിക്കുമെന്നാണ് അഭ്യൂഹം വന്നിരിക്കുന്നത്. വെട്രിമാരനുമായിട്ട് വരുമ്പോഴാണെങ്കിൽ ഈ പിന്നെ അത് പൊളിറ്റിക്സ് ആയിരിക്കും എനിക്ക് സംസാരിക്കാൻ പോകുന്നത്. തീർച്ചയായും വലിയ പൊളിറ്റിക്സ് ആയിരിക്കും. വെട്രിമാരനെ സംബന്ധിച്ചിടത്തോളം വെട്രിമാരൻ്റെ കയ്യിൽ കിട്ടുന്ന എന്തിനേയും ഒരു കരിങ്കല്ലാണെങ്കിൽ പോലും അതിനെ എന്താ പറയുക തേച്ച് മിനുക്കി എടുത്ത് ആളുകളുടെ ശില്പമാക്കി മാറ്റാനുള്ള നല്ല ശേഷിയുള്ള മനുഷ്യനാണ് വെട്രിമാരൻ. വെട്രിമാരൻ്റെ കൂടെ ഈ പിന്നെ കോട്ടാ നീലിമ എഴുതിയ പിന്നെ ഷൂസ് ഓഫ് ദ ഡെഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പഴയ നോവലുണ്ട്. കോട്ടാ നീലിമ ജേർണലിസ്റ്റ് ആണല്ലോ അവർ. തെലുങ്കാന കോൺഗ്രസിൻ്റെയൊക്കെ വലിയ നേതാവാണ് അവർ എഴുതി വെച്ച ഷൂസ് ഓഫ് ദ ഡെഡ് എന്ന് പറയുന്ന നോവലിനെ എടുത്ത് സിനിമയാക്കാനുള്ള പരിപാടിയാണ് അടുത്ത വിജയ് നടത്താൻ പോകുന്നതെന്നാണ് അവിടെ നിന്നും വരുന്ന പ്രധാനപ്പെട്ട ഒരു അഭ്യൂഹം. പരന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു കഥയാണ് അത്, ഷൂസ് ഓഫ് ദ ഡെഡ്. അതെന്താണ് കഥയെന്നറിയാമോ? അവിടെ ഒരു കർഷകൻ കടത്തിൽ മുങ്ങി മരണപ്പെട്ടു. കഥ നമ്മൾ പറഞ്ഞ സ്പോയിലർ ആയിപ്പോയി. അല്ലല്ല, കഥയല്ല ഞാൻ പറഞ്ഞിരുന്നത്. അത് കേൾക്കുമ്പോൾ അതിന്റെ തീം കേൾക്കുമ്പോൾ അതിൽ ആരായിരിക്കും വിജയ് എന്ന് ധനുഷിന് മനസ്സിലാകും. അവിടെ സുധാകർ എന്ന് പറയുന്ന പിന്നെ സുധാകർ ഭദ്ര എന്ന് പറയുന്ന ഒരു കർഷകൻ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ആത്മഹത്യയെ കടം കയറിയാണ് ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ കടം കയറി ആത്മഹത്യ ചെയ്ത സുധാകർ ഭദ്രയുടെ മരണത്തെ ആരും കാര്യമായിട്ട് എടുത്തില്ല, ആരും ശ്രദ്ധിച്ചില്ല. ഈ പിന്നെ അവിടുത്തെ ഭരണകൂടം അതിനെ കാര്യമായിട്ട് എടുത്തില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടുള്ള ഗംഗിരി ഭദ്ര പിന്നെ ഇത് വെച്ചിട്ട് പോരാടാൻ ഇറങ്ങുകയാണ്. അപ്പോൾ ആരാണ് ഗംഗിരി ഭദ്ര എന്ന് മനസ്സിലാവല്ലോ എനിക്ക് സിനിമ വരുമ്പോൾ. രക്ഷകൻ വിജയ് തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഗംഗിരി ഭദ്രയായിട്ട് വിജയ് വരുന്നു. അത് എവിടെ പോകണമെന്നറിയാമോ? ആ കഥ പോകുന്ന പോക്ക് ഇന്ത്യൻ പാർലമെന്റിലേക്കാണ്. ഇന്ത്യൻ പാർലമെന്റിലെ അംഗമായിട്ടുള്ള മിത്യാലയിൽ നിന്നുള്ള മെമ്പറായിട്ടുള്ള എനിക്ക് തോന്നുന്നു വൈഷ്ണവ് കാശിനാഥൻ. സ്റ്റേറ്റ് വിട്ടു പോയി പുള്ളി. ഇത് അല്ലല്ല, സ്റ്റാലിനെ തൊടില്ല. പക്ഷെ ഇതിപ്പോ ഇന്ത്യൻ പാർലമെന്റിലേക്കുള്ള പോക്കാണ്. അത് സ്വാഭാവികമായിട്ടും വിജയുടെ എല്ലാ പടങ്ങളും കേന്ദ്രത്തിലേക്കുള്ള. ഞാൻ ആലോചിക്കുന്നത് ഇനിയിപ്പോ നരേന്ദ്രമോദി അവിടെ താഴെ ഇറങ്ങി രാഹുൽ ഗാന്ധി വന്ന ഇവരൊക്കെ ആരെ വിമർശിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആരെ? വിജയ് അല്ലേ? അതെ അതെ. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് കാര്യമൊന്നും വേണ്ടല്ലോ. അദ്ദേഹം രക്ഷകന്റെ റോള് കെട്ടി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ഫെബ്രുവരിയിലാണല്ലോ ഇതിന്റെ പ്രഖ്യാപനം വന്നത്. പിന്നെ ഈ വിജയ് മക്കൾ ഇയക്കം എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ പിന്നെ ഫാൻസ് അസോസിയേഷൻകാര് ഇപ്പോൾ അവിടുത്തെ 234 മണ്ഡലങ്ങളിൽ അവരോട് ഒരു സർവേ നടത്തിയായിരുന്നു വിജയ് മക്കൾ ഇയക്കം. ആ സർവേ പ്രകാരം അത് ഇവരെങ്ങനെയാണ് സയന്റിഫിക്കലിയാണ് നടത്തിയിരിക്കുന്നത്. ശാസ്ത്രീയമായിട്ടാണ് ആ സർവേ അവർ നടത്തിയത്. അവിടുത്തെ ജനങ്ങൾക്ക് ഇവര് ഒരു പിന്നെ ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഫോം പോലെ ഒരു ഫോം കൊടുത്തു ഫില്ല് ചെയ്ത് തരാൻ. അവരിൽ നിന്നും ഇവരെടുത്തിരിക്കുന്ന കണക്ക് എങ്ങനെയാണെന്നറിയാമോ? അതിൽ എത്ര ക്രിസ്ത്യൻസ് ഉണ്ട്,
എന്നുള്ള കണക്ക് ഇവരെടുത്തിട്ടുണ്ട്. പിന്നെ ദളിതരായിട്ടുള്ള എത്ര പേരുണ്ട്, ക്രിസ്ത്യൻസ് എത്രയുണ്ട്, എത്ര മുസ്ലിങ്ങളുണ്ട്, മുസ്ലിം വിഭാഗത്തിലുള്ള എത്ര പേരുണ്ട് എന്നൊരു കണക്ക് ഈ വിജയ് മക്കൾ ഇയക്കം അവിടെ എടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്നറിയാം, അവരിലാണ് ഇവരുടെ വോട്ട് ബാങ്ക് കണ്ടെത്തിയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ വലിയ ഈ പറയുന്ന പോലെ ഈ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് എപ്പോഴും DMK തന്നെയാണല്ലോ അവിടെ. അതെ അതെ അതെ, അതങ്ങനെ ദ്രാവിഡ വോട്ട്, അതെ ദ്രാവിഡ വോട്ട് അങ്ങനെ പോകത്തുള്ളൂ. അവര് ആ രീതിയിൽ ഹിന്ദു വോട്ട് എന്നൊരു സാധനം അവിടെ വരത്തില്ല. അവര് ദ്രാവിഡർ എന്നുള്ള രീതിയിലേ വരത്തുള്ളൂ. മാത്രമല്ല അവിടെ ഒരു വലിയ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ വലിയ ഈ മതപരിവർത്തനം നടക്കുന്നുണ്ട്, വ്യാപകമായി മതപരിവർത്തനം നടക്കുന്നുണ്ട്. അത് ഈ ക്രിസ്ത്യൻ മിഷനറീസിന്റെ ഒരു ഇടപെടൽ അവിടെയുണ്ട്. അപ്പൊ വിജയ്ക്ക് അവരുടെ ഒരു വലിയ പിന്തുണ ഉണ്ട് താനും. വിജയ്ക്ക് വലിയ ഇപ്പം മതപരിവർത്തനം നടത്തുന്ന ആൾക്കാരുടെ പിന്തുണ, മതപരിവർത്തനം നടത്തുന്ന ആളുകളുടെ പിന്തുണ വിജയ്ക്കുണ്ട്. ജോസഫ് വിജയ് ചന്ദ്രശേഖറിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ വർഗീയത അല്ലല്ല, വർഗീയതയല്ല ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന് പിന്തുണ വലിയ തോതിൽ നൽകിയിട്ടുണ്ട്. മതപരിവർത്തനം നടത്തുന്ന ആൾക്കാരുടെ പിന്തുണ വിജയ്ക്കുണ്ടെന്ന് പറയുമ്പോൾ അത് നല്ല കാര്യമല്ലല്ലോ. അത് അദ്ദേഹത്തിന് പിന്നെ ഇനിയിപ്പോൾ ആരാ നല്ല കാര്യം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയും അധികാരം പിടിക്കുക. അവിടെ DMKയിൽ വലിയ പ്രശ്നം അവിടെ ഉണ്ട്. അതായത് സ്റ്റാലിനെ അംഗീകരിക്കുന്ന നേതാക്കൾ ഉദയനിധി അവിടെ അംഗീകരിക്കുന്നില്ല. ഉദയനിധി അവർ അംഗീകരിക്കാൻ തയ്യാറല്ല. ഉദയനിധിയെ ഒരു കറിവേപ്പിലെ പോലെയാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉദയനിധി ഇപ്പൊ സ്റ്റാലിന്റെ അനന്തരാവകാശിയായിട്ട് ഉദയനിധിയെ കൊണ്ടുവരാനുള്ള ശ്രമം സ്റ്റാലിൻ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയാവും. പക്ഷെ അവിടുത്തെ DMK അങ്ങനെ ആണെങ്കിൽ അടിച്ചു പിരിയും. DMKയിൽ സ്റ്റാലിൻ കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ആകാനിരിക്കുന്ന ഒരു വലിയ കൂട്ടം നേതാക്കന്മാർ DMKയിൽ രണ്ടാം കിടയിലുണ്ട്. അവരെയൊക്കെ ചവിട്ടി താഴ്ത്തിയിട്ടാണ് ഉദയനിധി ഇപ്പോൾ അവിടെ സ്റ്റാറായിട്ട് സ്റ്റാലിന്റെ മകൻ എന്നുള്ള രീതിയിൽ വിലസിക്കൊണ്ടിരിക്കുന്നത്. ഒളിഞ്ഞും തെളിഞ്ഞും ഉദയനിധിക്കെതിരെ അവിടെ വിമർശനം വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഞാൻ ഉദയനിധിക്കെതിരെ എന്താ ഒന്നും പറയാത്തേ? ആരാ? വിജയണ്ണൻ പറയത്തില്ല. അതെ, പറയേണ്ട ഘട്ടമാകുമ്പോൾ മാത്രമേ അതിനെ കൈകാര്യം ചെയ്യാൻ വിജയ് ഇറങ്ങിത്തിരിക്കത്തുള്ളൂ. ഇപ്പൊ 26 നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഈ വിജയ് നോട്ടൗട്ട് വെച്ചിരിക്കുന്നത്. 26 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് നല്ലൊരു ഭാഗം സീറ്റുകൾ പിടിച്ചെടുക്കാൻ പറ്റണമെന്നൊരു ചിന്ത അവർക്കുണ്ട്. മാത്രമല്ല അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ അവിടെ ഇറക്കി കഴിഞ്ഞു. അവിടെ സ്കൂൾ കുട്ടികൾക്ക് പിന്നെ ഈ ട്യൂഷൻ കൊടുക്കുന്നുണ്ട്, ഫ്രീ ആയിട്ടുള്ള ട്യൂഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെ ഈ ദരിദ്രർക്കും ദളിതർക്കും ഒക്കെ പിന്നെ നിയമസഹായം നൽകുന്നുണ്ട്. ഇവരുടെ കീഴിലുള്ള അഡ്വക്കേറ്റ്സ് പ്രവർത്തിക്കുന്നുണ്ട്. അത് ഹൈക്കോടതിയിൽ വരെ ഫ്രീ ആയിട്ട് പോയി കേസ് വാദിച്ചു കൊടുക്കുന്നുണ്ട് പാവപ്പെട്ടവർക്ക് വേണ്ടി. വിജയുടെ അഡ്വക്കേറ്റ്സ് അവരുടെ ഫാൻസ് അസോസിയേഷനിൽ അഡ്വക്കേറ്റ്സ് ഉണ്ട്. അവർ പോയി ഹൈക്കോടതി വരെ കേസ് വാദിക്കുന്നുണ്ട്, ഫ്രീ ആയിട്ട് കേസ് വാദിച്ച് കൊടുക്കുന്നുണ്ട്. അതും ഈ കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ 26 തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ കുറച്ച് സീറ്റുകൾ വിജയ്ക്ക് പിടിച്ചെടുക്കാൻ പറ്റും. അത് മാത്രമല്ല ADMK അവിടെ തീർന്നു. അത് ഏകദേശം ഒരു പരിവായി കഴിഞ്ഞു. ഇനിയിപ്പം അമ്മയുടെ മരണത്തോടു കൂടി അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനിയിപ്പോൾ അവരൊന്നും തലപൊക്കി വരാനുള്ള സാധ്യതയില്ല. ഇനിയിപ്പോൾ അവിടെ ഉള്ള നോക്കുമ്പോൾ ഇനി ഒരു വിജയമാണ് അവിടുത്തെ ഒരു പ്രതീക്ഷ. പിന്നെ പറയാൻ പറ്റില്ല. അത് പിന്നെ ക്യാപ്റ്റൻ വന്നിട്ട് എന്തായി? ക്യാപ്റ്റൻ 2005 ആ പാർട്ടി രൂപീകരിച്ചിട്ട് തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ 21 സീറ്റ് അവിടെ പിടിച്ചെടുത്തിട്ടുണ്ട്. 21 സീറ്റിൽ ക്യാപ്റ്റൻ വിജയകാന്തിനെ കൊണ്ട് ജയിക്കാൻ സാധിച്ചെങ്കിൽ വിജയ് വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എന്തുമായിരിക്കും? അത് വലിയ മാറ്റമായിരിക്കും. മാത്രമല്ല ഞാൻ പറഞ്ഞു, ഈ മതപരിവർത്തനം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ ഈ കാര്യം പറഞ്ഞപ്പോൾ ധനുഷ് വർഗീയത എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, അവിടെ വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. ഞാൻ അവിടെ പോളിടെക്നിക്കിൽ പോളി അവിടെ പഠിച്ചത്, ഞാൻ തമിഴ്നാട്ടിലാണ് പഠിച്ചത്. അപ്പോൾ എനിക്ക് അവിടെ ഒരുപാട് മധുരയിൽ അപ്പോൾ ഞാനിങ്ങനെ അവിടെയാണ് പഠിച്ചപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ കുറേ പേര് അവിടെ തമിഴ്നാട്ടിൽ നിന്നുള്ള അടുത്ത സുഹൃത്തുക്കളുണ്ട്. അതിൽ ഒരാൾ ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് മതപരിവർത്തനം ക്രിസ്ത്യനായി. അദ്ദേഹം ക്രിസ്ത്യനായി. അദ്ദേഹത്തിന്റെ വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ കണ്ടപ്പോഴാണ് ഞാൻ ഇങ്ങനെ അവർക്കോ അവർക്ക് പൂർണ്ണമായും അതിൽ വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ അത് ഒരുപാട് ക്ലച്ച്. ഞാൻ ഈ ഇത്തരത്തിലുള്ള ക്രിസ്ത്യൻ മതപരിവർത്തനമൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത് ഈ ഇവരുടെ വിളനിലം എന്ന് പറയുന്നത് കൂടുതലും ഈ നിരാലംബരായിട്ടുള്ള ആൾക്കാരുടെ രോഗികൾ ജയിലിൽ കിടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരുടെ അടുത്തൊക്കെ പോയിട്ട് നിങ്ങളുടെ അവസ്ഥ ഇതാണെന്ന് പറഞ്ഞു വരട്ടെ. അപ്പൊ അത്തരത്തിലുള്ള എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് പുള്ളിക്കുണ്ടോ? അല്ല, ഒന്നുമില്ല. ഇത് നല്ല സാമ്പത്തികമായി വളരെ റിച്ചുമാണ് ആള്. അത് ശരി. ആള് നല്ല സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന ആളാണ്. ആൾക്ക് വിശ്വാസം കൊണ്ട് മാറി എന്നുള്ളതാണ്. ഞാനും അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹനോട് പറഞ്ഞ് വിശ്വാസം കൊണ്ട് മാറി എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ സംസാരമൊക്കെ രീതി. കോടതി വിധിയുണ്ട് മതപരിവർത്തനം ക്രിമിനൽ കുറ്റമാണെന്ന്. അല്ല, അദ്ദേഹത്തിന്റെ സ്വന്തം താല്പര്യം കൊണ്ട് മാറിയതായിരിക്കും. അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ് ഒക്കെ കാണുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ഇദ്ദേഹം മാറി എന്നുള്ള കാര്യം മനസ്സിലായി. പിന്നെ ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പൂർണ്ണമായിട്ട് ഒരു ആത്മീയതയിലാണ് സംസാരിക്കുന്നത്. പണ്ട് ഞങ്ങൾ മച്ചാ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ആള് ഇപ്പൊ അങ്ങനെയൊന്നുമല്ല വിളിക്കുന്ന ആളെന്നെ വളരെ എന്താ പറയുക, ദൈവഭയത്തോടു കൂടിയാണ്
എന്നാണ് സംസാരിക്കുന്നത്. മോനെ എന്നൊക്കെ വിളിച്ചാണ് സംസാരിക്കുന്നത്. നല്ല കാര്യം. മോനെ എന്നൊക്കെ വിളിച്ചാണ് സംസാരിക്കുന്നത്. ഞാനത് കേട്ട് അന്തം വിട്ടു പോയിട്ട്. ഞങ്ങൾ ക്ലാസ് ഒക്കെ കട്ട് ചെയ്തിട്ട് പണ്ട് കറങ്ങാനൊക്കെ പോയിട്ടുണ്ട്. ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്കൊക്കെ പോകുന്ന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അതൊരു വലിയ കുറ്റമാണെന്ന് പറഞ്ഞാൽ ആ രീതിയിലേക്ക് മാറ്റമുണ്ട്. ഏതായാലും വിജയ്ക്ക് ഇപ്പോൾ അവരെടുത്തിരിക്കുന്ന കണക്ക് പ്രകാരം അവർക്ക് പിന്നെ ഏതൊക്കെ മണ്ഡലങ്ങളിൽ ജയിക്കാൻ പറ്റുമെന്ന് അവർക്ക് കണക്ക് മനസ്സിലായിട്ടുണ്ട്. എത്ര മണ്ഡലങ്ങളിൽ ജയിക്കാൻ പറ്റും? പറഞ്ഞത് ഒരു 60 മണ്ഡലങ്ങളിൽ ജയിക്കാൻ പറ്റും. 60 മണ്ഡലങ്ങളിൽ വിജയിക്ക് ജയിക്കാൻ സ്വാധീനം നേടാനും വിജയിക്ക് സാധിക്കുമല്ലോ. പറ്റും. മുഖ്യമന്ത്രി വരെ വേണമെങ്കിൽ. അതെ, കമലഹാസൻ വന്നിട്ട് കമലഹാസൻ തോറ്റുപോയല്ലോ. കമലഹാസൻ ഒരു ഇതും ഇല്ലാതാണ് വന്ന്, ഒരു കണക്കോ കാര്യങ്ങളോ ഒന്നും എടുക്കാതെയാണ് വന്ന് തൻ്റെ ആരാധക വൃന്ദങ്ങളെല്ലാം കൂടെ വന്ന് തനിക്ക് വോട്ട് എന്ന് വിചാരിച്ചിട്ടാണ് കോയമ്പത്തൂർ സൗത്തിൽ പോയി നിന്ന് മത്സരിച്ച് തോറ്റത്. അപ്പൊ അദ്ദേഹം വിചാരിച്ച് എനിക്കൊന്ന് BJP സ്ഥാനാർത്ഥിയോടാണെന്ന് തോന്നുന്നു. അതെ 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 അവിടെ തോറ്റുപോയത്. അപ്പം അദ്ദേഹം ഒരു കണക്കും എടുത്തില്ല. തൻ്റെ ഈ പറയുന്ന തൻ്റെ സിനിമ കണ്ട് കൈയടിക്കുന്ന എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യും എന്നുള്ള വിശ്വാസത്തിലാണ് പോയി ഇറങ്ങിക്കൊടുത്തത്. അപ്പൊ എന്തോ പരാജയപ്പെട്ടു. രജനീകാന്ത് പിന്നെ വന്നിട്ട് എന്തുകൊണ്ട് പിന്നീട് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കാതെ തിരിച്ചുപോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥത വരുന്നത് അദ്ദേഹത്തിനെ കൊണ്ടൊന്നും നടക്കില്ല എന്നുള്ളത്. പക്ഷേ രജനീകാന്തിനോ ഇവർക്കൊന്നും അല്ലാത്ത ഒരു പ്രത്യേകത ഈ വിജയ് മക്കൾ ഇയക്കത്തിനുണ്ട്. അവരൊരു പക്ക പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അവരുടെ ഫാൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവിടുത്തെ മുക്കിനും മൂലയിലും ഇവരുടെ യൂണിറ്റ് ഉണ്ട്. DMKക്ക് പോലും അവിടെ അത്ര യൂണിറ്റ് ഇല്ല. DMKക്ക് പോലും യൂണിറ്റ് ഇല്ല. ഇതിന്റെ പ്രവർത്തനം അത്ര വ്യാപകമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ വിജയമക്കൾ ഇയക്കത്തിന്റെ ആളുകൾ നമ്മുടെ ഈ അതിർത്തി ജില്ലകളിൽ താമസിക്കുന്ന കേരളത്തിന്റെ അതിർത്തി ജില്ലകളിൽ താമസിക്കുന്നവർക്ക് വേണ്ടി വണ്ടി വിട്ടുകൊടുത്ത് വോട്ട് ചെയ്യാൻ 130 വാർഡുകളിൽ അവർ ജയിച്ചു. 130 ജയിക്കാൻ വിജയ് മക്കൾ ഇയക്കത്തെ കൊണ്ട് സാധിച്ചു. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായി 2026 വരുമ്പോൾ അത് DMKക്ക് വലിയ വെല്ലുവിളിയാവും. ഈ DMKയുടെ പ്രവർത്തകരെന്ന് പറയുന്ന നല്ലൊരു വിഭാഗം വിജയ് ഫാൻസ് അസോസിയേഷൻകാരാണ്. അവര് വിജയ് വന്ന് ഇപ്പൊ റോഡിൽ ഇറങ്ങി നടക്കാൻ പോവുക. വിജയ് അവിടെ പാസം വിജയിക്കും. ഈ റോഡിൽ ഇറങ്ങി നടക്കുന്ന വിജയ് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ തോളിൽ കീട്ടാൽ മതി. ആ ഒരു ഒറ്റ കാര്യം മതി, ഒരു ഇലക്ഷൻ തന്നെ അവിടെ അട്ടിമറിക്കും. അല്ല, ഇപ്പോഴേ കൈയിടുന്നുണ്ട്, ആളുകളെ കൈയിടുന്നുണ്ട്, തോളെ കൈയിടുന്നുണ്ട്. ഈ റോഡിലിറങ്ങി നടക്കാൻ പോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കും, വിജയ് റോഡിലിറങ്ങി നടന്നാലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന്. വിജയെ പോലെ ഒരു നടൻ പുറത്തിറങ്ങി ഇതുപോലെ നടക്കാൻ പോകുന്നത് കൃത്യമായ പ്ലാനിങ്ങിലാണ്. വിജയിയുടെ പിന്നിൽ പിന്നെ അവിടെ ബുസി ആനന്ദ് എന്ന് പറഞ്ഞ് ഇവരുടെ ജനറൽ സെക്രട്ടറി ഉണ്ട്. അദ്ദേഹം പൊളിറ്റീഷ്യനാണ്, രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ചുള്ള നീക്കങ്ങളാണ് ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്, വിജയ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2013 മുതൽ അദ്ദേഹത്തിന്റെ എല്ലാ സിനിമയിലും രാഷ്ട്രീയം പറയുന്നുണ്ട്. എല്ലാം ഒളിഞ്ഞും തെളിഞ്ഞും രാഷ്ട്രീയം പറഞ്ഞാണ് വിജയ് മുന്നോട്ട് വന്നത്. അതായത് ഒരു പതിറ്റാണ്ടോളം അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരാൻ കാത്തിരുന്നു. രാഷ്ട്രീയത്തിൽ എത്താൻ അതിനു വേണ്ടിയുള്ള വിളനിലം അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കുവാൻ ആൾക്കാരുണ്ട്. ആളുകളുടെ ഒരു വലിയ ആളുകൾ ഇദ്ദേഹത്തിന് വേണ്ടി വിളനിലം ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം കറക്റ്റ് സമയത്ത് വന്ന് ഇറങ്ങിയിരിക്കുന്നു. അതായത് കമൽഹാസൻ വന്നതുപോലെയല്ല. കമൽഹാസൻ വന്നിട്ട് എന്തുണ്ടാക്കിയെന്നായിരിക്കും കൂടുതൽ പേരും ചോദിക്കുന്നത്. പക്ഷേ ഇത് അങ്ങനല്ല. ഇത് സയന്റിഫിക്കലി ശാസ്ത്രീയമായി പഠിച്ചിട്ടാണ് ഈ വന്നിരിക്കുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം ഇപ്പോൾ ഇറങ്ങി നടക്കാൻ പോകുന്നത്. വലിയ പിന്നെ കുറഞ്ഞത് 60 സീറ്റെങ്കിലും അവർ പിടിച്ചെടുക്കുമെന്നാണ് അവരുടെ കണക്ക് പറയുന്നത്. നമുക്ക് നോക്കാം. 2026 എത്തിയല്ലോ, നോക്കാം. അതിന്റെ ഇടയ്ക്ക് അണ്ണം പോയി ഒരു പ്രശ്നത്തിലൊന്നും പെടാതിരുന്നാൽ മതി. 2026 ആകുമ്പോഴേക്കും വിജയ് അണ്ണൻ ജയിക്കുമോ, അതെ വിജയ് അണ്ണൻ അവിടെ ഗതി എന്താവും എന്നൊക്കെ ഇപ്പൊ തന്നെ ഇൻസ്റ്റന്റ് റിസൾട്ട് നമുക്ക് അറിയാൻ സാധിക്കുമല്ലോ. അതിനായിട്ട് വിജയ് ആരാധകരെല്ലാം വെയിറ്റിംഗിലാണ്. നമ്മളും കട്ട വെയിറ്റിംഗ്. ശരി.